ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫൈനലി കൂട്ടിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു അഴിച്ചുപണി നടത്തിയാണ്. കംപ്ലീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ 2 കുഞ്ഞിനെ നമ്മളിതാ ഈ മുട്ട വിരിയാത്ത റാംപൂരി പ്ലസ് ഈ ഹൈ ഫ്ലയർ ഉണ്ടല്ലോ, ഇവർക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇവർ രണ്ടുപേരും നല്ല ഹെൽത്തി ഹ്യൂജ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്. ഉള്ളതിൽ നല്ല ബിഗ് സൈസിൽ വരുന്ന പ്രാവുകളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വെച്ച് കൊടുത്തപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ നോക്കുകയും ക്രോപ്പ് മിൽക്കൊക്കെ ഫുൾ ഫില്ലാക്കിയിട്ടുണ്ട്. ആരോഗ്യം വെച്ച് നോക്കുമ്പം ഈ ടെഡി ഹൈ ഫ്ലയേഴ്സിൻ്റെ ഫീമെയിലൊക്കെ കുറച്ച് വീക്കാണ്. ഈ നിൽക്കുന്ന ബേർഡ് അത് നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവർക്ക് നമ്മൾ നിലവിൽ ഇവരുടെ ഒരു കുഞ്ഞിനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം അടയിരുന്ന പ്രാവുകൾക്ക് ഈ ക്രോപ്പ് മിൽക്ക് വന്നിട്ട് അത് മീൻസ് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷവശം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ കാരണത്താൽ നമ്മൾ ഇതിൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവർ നല്ലോണം കുഞ്ഞുങ്ങളെ നോക്കുമെങ്കിൽ ഇതിൻ്റെ ഒരു കുഞ്ഞിനെ നമ്മളെടുത്ത് ഇതിവിടെ വെച്ച് കൊടുത്തു. ഇൻ കേസ് ഇവർ രണ്ടുപേരും കൂടെ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ കുഞ്ഞും അതുപോലെ ഈ കുഞ്ഞും നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇൻ കേസ് ഈ ക്രോപ്പ് മിൽക്ക് ഫീഡ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ നാളത്തേന് നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇവരെ രണ്ടുപേരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിടാനാണ് നിലവിലെ പ്ലാൻ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ ആവോ?